Hello, my dear students. Welcome back to our class. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡിഗ്രി സ്റ്റുഡൻസിന് യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ മറ്റുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിഗ്രിയുടെ ഒപ്പം തന്നെ അവർക്ക് പ്രോജക്റ്റ് എന്നൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. യൂണിവേഴ്സിറ്റി ഓഫ് കേരള നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും പി ജി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും പ്രോജക്റ്റ് ഉണ്ട്. ഡിഗ്രി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അവരുടെ സിലബസ് കൊടുത്തപ്പോൾ തന്നെ 3 ഇയർ ഡിഗ്രിയുടെ കാര്യമാണ് പറയുന്നത്. 3 ഇയർ ഡിഗ്രിയുടെ പ്രോജക്റ്റിൻ്റെ വേണ്ട ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് അവരുടെ സിലബസിൻ്റെ കൂടെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനിയിപ്പോൾ S5 കഴിഞ്ഞിട്ട് കുട്ടികൾ S6 പോവുകയാണ്. ഓൾറെഡി പല കോളേജുകളിലും അവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ടീച്ചേഴ്സിനെയൊക്കെ അലോട്ട് ചെയ്തിട്ടുണ്ട്, അവരുടെ ഗൈഡ്സ് ആയിട്ടുണ്ട്, പലരും ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് ഡിവിഷൻസ് ചെയ്തിട്ടുണ്ട്, ഒക്കെ ചെയ്ത് കാണും. ചെയ്യാത്ത കോളേജസും കാണുമായിരിക്കും. അപ്പോൾ ഇനി ശരിക്കും അവർ അടുത്ത സെമസ്റ്ററിലേക്ക് പോകുമ്പോൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ അല്ലെങ്കിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. കൃത്യമായ ഗൈഡ് ലൈൻസ് യൂണിവേഴ്സിറ്റി കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ പലരും കണ്ടു കാണില്ല. ടീച്ചേഴ്സ് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ പ്രോജക്റ്റ് ഗൈഡ് ലൈൻസ് യൂണിവേഴ്സിറ്റി പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ S5 എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് പോകുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട്. പ്രോജക്റ്റ് 25 പേജസേ ഉള്ളൂ, പ്രിൻ്റഡ് 25 പേജസ് ആണ്. ബട്ട് സ്റ്റിൽ അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഗൈഡ് ലൈൻസിലേക്ക് തന്നെ നേരിട്ട് പോകാം. എന്തൊക്കെയാണ് യൂണിവേഴ്സിറ്റി പറയുന്ന ഗൈഡ് ലൈൻസ് എന്നുള്ളതാണ്. ജനറൽ ഗൈഡ് ലൈൻസ് പറഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ടീച്ചേഴ്സിന് വേണ്ടിയിട്ടും ഒക്കെ പറയുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറയുന്നതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, ഒരു പേപ്പർ പോലും എങ്ങനെയായിരിക്കണം, എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്, ഏത് ഡബിൾ സൈഡ് ചെയ്യണോ സിംഗിൾ സൈഡ് ചെയ്യണോ, ലൈൻ സ്പേസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. ആദ്യം തന്നെ പറയുന്ന കാര്യം ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്ന അതാണ്. പേപ്പർ മസ്റ്റ് ഓഫ് A4 സൈസ് ഓൺലി. A4 സൈസ് പേപ്പറിൽ മാത്രമാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ബേസിക്കായിട്ട് കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണത്. ആൻഡ് ഒരു സൈഡിൽ മാത്രം പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. വൺ സൈഡ് മാത്രമാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത്. പ്രിൻറ്റിങ് നിങ്ങൾ പുറത്തായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം പ്രിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് അത് വൺ സൈഡ് മാത്രം പ്രിൻറ്റ് ചെയ്ത് വരാനായിട്ട് ശ്രദ്ധിക്കണം. ഡബിൾ സൈഡ് അല്ല നമ്മൾ ചെയ്യുന്നത്. ലൈൻ സ്പേസിങ്, അതായത് ഒരു ലൈൻ എഴുതി അടുത്ത ലൈനിടയ്ക്ക് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പം കൊടുക്കേണ്ട സ്പേസിംഗ് എന്ന് പറയുന്നത് ഡബിൾ സ്പേസ് ആണ്. ഒരു ലൈനും രണ്ടാമത്തെ ലൈനും ഇടയ്ക്ക് ഡബിൾ സ്പേസിംഗ് ഉണ്ടായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആണ്. ഇത് ടോപ്പിക്കൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിൻറ്റിങ്ങിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. പ്രിൻറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നുണ്ട്. പ്രിൻറ്റിംഗ് മാർജിൻ എന്ന് പറയുന്നത് 1.5 ഇഞ്ച് ലെഫ്റ്റ് മാർജിൻ ആൻഡ് 1 ഇഞ്ച് മാർജിൻ ഓൺ ദ റിമൈനിങ് 3 സൈഡ്സ് എന്നുള്ളതാണ്. അപ്പോൾ പ്രിൻറ്റിംഗ് മാർജിൻ എന്ന് പറയുമ്പം നമ്മൾ എഴുതി തുടങ്ങുന്ന സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് മാർജിനിൽ 1.5 ഇഞ്ച് സ്പേസും ബാക്കി 3 വശങ്ങളിലും 1 ഇഞ്ച് മാർജിനുമാണ് ഇടേണ്ടത്. അതായത് ഒരു സൈഡിൽ ലെഫ്റ്റ് മാർജിൻ എന്ന് പറയുന്നത് 1.5 ഇഞ്ച് സ്പേസ് വിട്ടിട്ടും അത്രയുമാണ് മാർജിൻ നമ്മൾ സ്പേസ് വിടേണ്ടത്. ബാക്കി 3 സൈഡുകളിലും 4 വശങ്ങളാണല്ലോ ഉള്ളത്. ബാക്കി 3 സൈഡിലും 1 ഇഞ്ച് സ്പേസ് ആണ് മാർജിന് വേണ്ടി നമ്മൾ വിടാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഫോണ്ട് എന്ന് പറയുന്നത് മറ്റൊരു ഫോണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ടൈംസ് ന്യൂ റോമൻ തന്നെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് മെയിൻ ടൈറ്റിലിന് നിങ്ങളൊരു മെയിൻ ടൈറ്റിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് 14 15 കൊടുക്കാം. അത് ബോൾഡായിട്ട് തന്നെ കൊടുക്കണം എന്നും പറയുന്നുണ്ട്. ബാക്കി മാറ്ററിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എഴുതുന്ന കണ്ടന്റിൻ്റെ കാര്യത്തിൽ 12 മതി. സൈസ് എന്ന് പറയുന്നത് നോർമൽ കൊടുത്താൽ മതി. 12 നോർമലാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ ടൈംസ് ന്യൂ റോമനിലായിരിക്കുകയും വേണം. ആൻഡ് പ്രോജക്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സ്പൈറൽ ബൗണ്ടാണ് ചെയ്യേണ്ടത്. സ്പൈറൽ ബൈൻഡ് ചെയ്താൽ മാത്രം മതിയാകും. സോ നീഡ് ടു ബി സ്പൈറൽ ബൗണ്ട് ഓൺലി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സ്പൈറൽ ബൗണ്ട് ചെയ്താൽ മതിയാവും, അല്ലാതെ ഹാർഡ് ബൈൻഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. പാരഗ്രാഫ്സ് ആൻഡ് ലൈൻ സ്പേസിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഡബിൾ സ്പേസ് ആണ് പറയുന്നത്. ബിറ്റ്വീൻ ലൈൻസിനിടയ്ക്ക് ഡബിൾ സ്പേസിംഗ് ആണ് വരേണ്ടത്. നമ്മൾ നേരത്തെ ലൈൻ സ്പേസിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. MLA ഫോമാറ്റ് അനുസരിച്ച് ഡബിൾ സ്പേസിംഗ് ആണ് ലൈൻ സ്പേസിംഗ് വരേണ്ടതെന്ന് പറഞ്ഞു. പാരഗ്രാഫ്സും അതുപോലെ തന്നെയാണ് ഡബിൾ സ്പേസ് ആണ് ബിറ്റ്വീൻ ലൈൻസ് വരാനായിട്ട് ഉള്ളത്. ആൻഡ് ഡബിൾ സ്പേസ് ബിറ്റ്വീൻ പാരഗ്രാഫ്സ് എന്ന് പറയുന്നു. അത് അല്ലാതെ നോ അഡീഷണൽ സ്പേസ് എന്നുള്ളതാണ്. അവിടെയും ഡബിൾ സ്പേസ്, പാരഗ്രാഫിനിടയ്ക്കും ഡബിൾ സ്പേസിങ് തന്നെയാണ്, അല്ലാതെ കൂടുതൽ അഡീഷണൽ സ്പേസിംഗ് ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യം ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം, ടോപ്പിക്കൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ ടൈപ്പിങ്ങിലേക്ക് കടക്കുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ആൻഡ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ചാപ്റ്റർ നിങ്ങൾ തുടങ്ങുമ്പോൾ ഒരു ഫ്രഷ് പേജിൽ തുടങ്ങാൻ ശ്രമിക്കുക. ഇപ്പം ഒരു പേജിൽ പകുതി വരെ ഒരു ചാപ്റ്റർ എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ നിങ്ങൾ എഴുതി ഒരു 5ാമത്തെ പേജിൻ്റെ പകുതി പാർട്ട് വരെ വന്നു. അടുത്ത ചാപ്റ്റർ അതിൻ്റെ ബാക്കിയായിട്ട് തുടങ്ങരുത്. അടുത്ത പേജിൽ ഫ്രഷ് ആയിട്ട് വേണം പുതിയൊരു ചാപ്റ്റർ ബിഗിൻ ചെയ്യാനായിട്ട്. ചാപ്റ്റർ ഹെഡിങ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഹെഡിങ് കൊടുക്കുമ്പോൾ ബോൾഡായിട്ട് കൊടുക്കണം. സെൻറ്ററിലേക്ക് വേണം അത് കൊടുക്കാനായിട്ട്. കാരണം തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്നും ഒരു ഹെഡിങ്ങിനെ തിരിച്ചറിയാനായിട്ട്
സാധിക്കണം. ഈ കാണിച്ചിരിക്കുന്ന പോലെ ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ ഇതൊക്കെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഐഡന്റിക്കലായിട്ട് തിരിച്ചറിയാൻ പറ്റുന്ന ടൈപ്പിൽ ആയിരിക്കണം എന്ന് പറയുന്നു. സീക്വൻസ് ഓഫ് പേജസ് ഇൻ ദ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ എന്ന് പറയുന്നത് എന്ത് ഓർഡറിലാണ് നമ്മളിത് അടുക്കി സ്പൈറൽ ബൈൻഡ് ചെയ്ത് വെക്കേണ്ടത്. ഒന്നാമത്തെ പേജ് കവർ പേജ് ആയിരിക്കും. സെക്കൻഡ് പേജ് എന്ന് പറയുന്നത് ഫസ്റ്റ് പേജ് ആണ് ആദ്യം. പിന്നെ വരുന്നത് ആൻഡ് അക്നോളജ്മെന്റ് വിത്ത് നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് സ്റ്റുഡൻറ്റ്, കുട്ടിയുടെ അക്നോളജ്മെന്റ് പേജ് ആയിരിക്കും അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ കവർ പേജ് കഴിഞ്ഞ ശേഷം നമ്മുടെ ഫ്രണ്ട് പേജ് അത് ഈ ടൈറ്റിലൊക്കെ വരുന്നതായിരിക്കും. അതിനുശേഷമാണ് അക്നോളജ്മെന്റ് വരുന്നത്. കുട്ടിയുടെ പേരും സിഗ്നേച്ചറും ഒക്കെ വരുന്നത് അതിനകത്തായിരിക്കും. ആരോടൊക്കെയാണ് അക്നോളജ്മെന്റ് എന്നുള്ളത് അറിയിക്കുന്നത് അതിനകത്തായിരിക്കും. അടുത്തായിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് വെക്കണം. സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ സൈൻ ഉണ്ടായിരിക്കണം. സൂപ്പർവൈസിങ് ടീച്ചറിന്റെ സൈനുള്ള ഒരു സർട്ടിഫിക്കറ്റ് അതിനകത്ത് നമ്മൾ വെക്കും. അത് നമ്മൾ ഈ പ്രോജക്റ്റ് വേറെ മറ്റുള്ള സ്ഥലത്തു നിന്നും കോപ്പി ചെയ്തതല്ല, അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള റിസർച്ചിന്റെ പാർട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ അവിടെ വെക്കുന്നത്. അതിൽ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റും സൂപ്പർവൈസിങ് ടീച്ചർ നിങ്ങളുടെ ഗൈഡ് ആരാണോ അവരും സൈൻ ചെയ്തിരിക്കണം. അടുത്ത കാര്യം കണ്ടന്റ് പേജിന്റെ കാര്യം പറയുന്നുണ്ട്. അടുത്ത വരുന്ന കണ്ടന്റ് പേജാണ്. അതിനകത്ത് ചാപ്റ്റർ നമ്പർ, ചാപ്റ്റർ ഹെഡിങ്സ്, പേജ് നമ്പേഴ്സ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിരിക്കും. അത്രയും കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പിന്നെ ചാപ്റ്റർ ഡിവിഷന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു ഡിഗ്രി പ്രോജക്റ്റിനെ സംബന്ധിച്ച് 3 ചാപ്റ്റേഴ്സ് മതിയാകും. അതിലൊരു പ്രിഫേസ് നമ്മൾ വെക്കുന്നുണ്ടായിരിക്കും. അതല്ലാതെ 3 ചാപ്റ്റേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. ടോട്ടൽ 25 പേജസ് എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. അത്രയും മതിയാവും. 25 പേജസ് മതി ഒരു ഡിഗ്രി പ്രോജക്റ്റിന്. സോ അതിൽ ചാപ്റ്റർ 1 എന്ന് പറയുന്ന ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണ്. ഒബ്വിയസ്ലി നമുക്കറിയാം 5 പേജസ് മതി. അത് പ്രിന്റഡ് ആയിട്ടുള്ള 5 പേജസ് ആണ് ചാപ്റ്റർ 1ന് വേണ്ടത്. ഇൻട്രൊഡക്ഷൻ ആയിരിക്കും ആ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ചാപ്റ്റർ 2 എന്ന് പറയുന്നതാണ് നമ്മുടെ കോർ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിന് 15 പേജസ് ഉണ്ടായിരിക്കും. 15 പേജാണ് ആ ചാപ്റ്ററിന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ മെയിൻ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ചാപ്റ്റർ 3 പോകുന്നത്. ചാപ്റ്റർ 3 എന്നാണ് നമ്മുടെ കൺക്ലൂഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷൻ, കോർ ചാപ്റ്റർ, കൺക്ലൂഷൻ എന്നുള്ളതാണ്. ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നതും 5 പേജസ് ആണ്. അപ്പം 5, 15, 5 എന്നുള്ളൊരു ഫോമാറ്റിലാണിത് റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡിഗ്രിക്ക് അങ്ങനെയാണ്. ഡിഗ്രിക്ക് ആ ലെവലിലാണ് ഒരു പ്രോജക്റ്റ് 25 പേജസിന് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് വർക്ക് സൈറ്റഡ് ഉള്ള പാർട്ട് വരുന്നത്. അപ്പോൾ ഇത് വർക്ക് സൈറ്റിൽ നമ്മൾ എന്തൊക്കെ വർക്ക് ചെയ്യുന്നതാണ് എടുത്തിരിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലാസ്റ്റ് പാർട്ട് വരുന്നത്. അപ്പം ഇതിലെ എല്ലാത്തിലും ഈ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ അതിന് മുമ്പ് നമ്മൾ പ്രിഫേസ് കൊടുക്കുന്നു, അതൊന്നും തന്നെ നമ്പർ ഇടില്ല. നമ്മൾ കൗണ്ട് ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പേജ്, ആദ്യത്തെ എഴുതി തുടങ്ങുന്ന പേജാണ് പേജ് 1 എന്ന് പറയുന്നത്. അത് പേജ് നമ്പർ നമ്മൾ ഇടില്ല. പേജ് 2 തൊട്ടാണ് നമ്പർ ഇട്ട് തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ 1 എന്ന് കൗണ്ട് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ആ ഒരു പേജ് ആയിരിക്കും. അത് തൊട്ട് കൺക്ലൂഷൻ്റെ ലാസ്റ്റ് പേജ് വരെ നമ്പർ ഇടാൻ പറ്റത്തുള്ളൂ. വർക്ക് സൈറ്റിനൊന്നും നമ്പർ ഇടാൻ പറ്റില്ല. എന്ന് വെച്ചാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ നമ്മൾ എഴുതിയിരിക്കുന്ന കണ്ടന്റ് പേജിന് പ്രോജക്റ്റായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആ മാറ്ററിനാണ് 25 പേജസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചേർത്തിട്ട് 25 പേജസ് വേണം. അല്ലാതെ വർക്ക് സൈറ്റഡോ പ്രിഫേസോ ഒന്നും തന്നെ അതിനകത്ത് കൗണ്ട് ചെയ്യില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്പറിംഗ് ഓഫ് പേജസ് ടു ബി ഡൺ കണ്ടിന്യൂസ്ലി ഫ്രം ചാപ്റ്റർ 1 ഓൺവേർഡ്സ്, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഓൺ ദ ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണർ. അപ്പം ചാപ്റ്റർ 1 തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്പേഴ്സ് ഇടുക. ടോപ്പ് റൈറ്റ് ഹാൻഡ് കോർണറിലാണ് നമ്മൾ പേജ് നമ്പേഴ്സ് ഇടേണ്ടത്. അത്രയും കാര്യങ്ങൾ ചാപ്റ്റർ ഡിവിഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. കുറച്ച് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട് പ്രോജക്റ്റ് പ്രിപ്പറേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ടൈറ്റിൽ ഓഫ് ദ പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇയർ ആൻഡ് പ്രോഗ്രാം അല്ലെങ്കിൽ സബ്ജക്ട് ഷുഡ് ബി ഫർണിഷ്ഡ് ഓൺ ദ കവർ പേജ് ഓഫ് ദി യൂണിവേഴ്സിറ്റി കോപ്പി ഓഫ് ദ പ്രോജക്റ്റ്. യൂണിവേഴ്സിറ്റി കോപ്പിയിൽ ആണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊടുക്കേണ്ടത്. പ്രോജക്റ്റ് റിപ്പോർട്ട് ടൈറ്റിൽ കൊടുക്കുക, ഇയർ, പ്രോഗ്രാമിൻ്റെ ഇയർ ഏതാണ് അല്ലെങ്കിൽ സബ്ജക്റ്റ് ഏതാണ്, ഇതൊക്കെ കവർ പേജിൽ നമ്മൾ കൊടുക്കണം. യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന കവർ പേജിൽ ഇത്രയും കാര്യങ്ങൾ മതി എന്നാണ് പറയുന്നത്. കോളേജിൻ്റെ ഐഡൻറ്റിറ്റിയോ ഒന്നും തന്നെ അവിടെ റിവീൽ ചെയ്യാൻ പാടില്ല, കവർ പേജിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അതായത് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കുന്ന കോപ്പിയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാക്കി കാര്യങ്ങളൊന്നും നമ്മുടെ കോളേജിൻ്റെ പേരോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഐഡൻറ്റിഫൈ ചെയ്യാൻ പാടില്ല, ഏത് കോളേജിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് ഒരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാവരുത്. ദെൻ രണ്ടാമത്തെ കാര്യം, കാൻഡിഡേറ്റിൻ്റെ പേര്, കാൻഡിഡേറ്റ്സ് കോഡ്, കോഴ്സ് കോഡ്, ടൈറ്റിൽ ഓഫ് പ്രോഗ്രാം, നെയിം ഓഫ് കോളേജ്, ടൈറ്റിൽ ഓഫ് ഡിസർട്ടേഷൻ, ഇതൊക്കെ ഷുഡ് ബി ഫർണിഷ്ഡ് ഓൺലി ഓൺ ദി ഫസ്റ്റ് പേജ്. ഇതെല്ലാം ഫസ്റ്റ് പേജിൽ മാത്രമേ കാണാനായിട്ട് പാടുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു കാര്യം. ഐഡന്റിറ്റി ഓഫ് ദ കാൻഡിഡേറ്റ് അല്ലെങ്കിൽ കോളേജ്, ഇതൊന്നും തന്നെ ഷുഡ് നോട്ട് ബി റിവീൽഡ് ഇൻ എനി ഓഫ് ദി ഇന്നർ പേജസ്. അകത്തുള്ള ഒരു പേജിലും നമ്മൾ ഈ പറഞ്ഞ പേരോ കുട്ടിയുടെ പേര്, കുട്ടിയുടെ കാൻഡിഡേറ്റ് കോഡ്, കോളേജിൻ്റെ പേര് ഒന്നും തന്നെ റിവീൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. The pages containing the certificate, declaration and acknowledgement are not to be included in the copy forwarded to the university. നേരത്തെ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോർവേഡ് ചെയ്യുമ്പം സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി, സർട്ടിഫിക്കറ്റ് എന്നുള്ള പേജ്, ഡിക്ലറേഷൻ എന്നുള്ള പേജ്, അക്നോളജ്മെൻറ്റ്, ഇതൊന്നും തന്നെ, അതായത് നമ്മുടെ കുട്ടിയെ സംബന്ധിച്ചോ ടീച്ചറിനെ സംബന്ധിച്ചോ കോളേജിനെ സംബന്ധിച്ചോ അവരുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുന്ന ഒന്നും തന്നെ യൂണിവേഴ്സിറ്റി കോപ്പിയിൽ ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അടുത്ത കാര്യം, ദ പ്രിഫേസ് ഷുഡ് കം ഇമ്മീഡിയറ്റ്ലി ബിഫോർ ദ ഇൻട്രൊഡക്ടറി ചാപ്റ്റർ. ഇൻട്രൊഡക്ടറി ചാപ്റ്ററിന് തൊട്ട് മുമ്പാണ് പ്രിഫേസ് വരേണ്ടത്. ആൻഡ് മസ്റ്റ് ബി ഇൻക്ലൂഡഡ് ഇൻ ഓൾ ദ കോപ്പീസ്. അത് എല്ലാ കോപ്പീസിലും പ്രിഫേസ് എന്ന് പറയുന്ന പാർട്ട് ഉണ്ടായിരിക്കണം. യൂണിവേഴ്സിറ്റി കോപ്പി ആണെങ്കിലും നമ്മുടെ കോപ്പി ആണെങ്കിലും ഗൈഡിന് കൊടുക്കുന്ന കോപ്പി ആണെങ്കിലും എല്ലാത്തിനും തന്നെ പ്രിഫേസ് എന്നുള്ള പാർട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ടോപ്പിക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനായിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ, പ്രിൻ്റ് ചെയ്യുമ്പോൾ, ചെയ്ത് കഴിഞ്ഞിട്ട് ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, സ്പൈറൽ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ടോപ്പിക് നിങ്ങൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതി തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ ആവുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണം. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.